എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചെറുപഴം വെച്ചിട്ട് നിങ്ങൾ ഇന്നേ വരെ ട്രൈ ചെയ്യാത്ത ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചെറുപഴം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി നല്ല തണുത്തിട്ടുള്ള ഡ്രിങ്ക് ആണ്. അപ്പോൾ തയ്യാറാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ചെറുപഴം വെച്ചിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഇന്നേ വരെ ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള നല്ല പഴുത്തിട്ടുള്ള 3 ചെറുപഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുപഴം ഈ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ ചെറുപഴം കാണുന്നവർ പലരും കമൻറ്റ് ഇട്ടിട്ട് ചോദിക്കുന്നറിയാം, ഇത് വലിയ പഴം അതായത് നേന്ത്രപ്പഴം വെച്ചിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ എന്നുള്ളത്. അത് ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ചെറുപഴം വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏകദേശം അവൽ ഷേക്കും അവൽ മിൽക്കൊക്കെ കുടിക്കുമല്ലോ, ആ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. എന്നാലും അതിനേക്കാളും ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്ന നല്ലൊരു ടേസ്റ്റുള്ള ഡ്രിങ്കാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോഴേ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് ഈ 3 ചെറുപഴത്തിൻ്റെ തൊലി നമുക്ക് അങ്ങോട്ട് കളഞ്ഞിട്ടെടുക്കാം. ഇനി തൊലി കളഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു 3 ചെറുപഴം ഇതുപോലുള്ള ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഉടച്ചെടുക്കുക എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണ്ട. നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു പഴത്തിൻ്റെ ചെറിയ ചെറിയ പീസ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. എന്നാലും ഉടച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വലിയ പീസും ആയിപ്പോണ്ട, ചെറിയ ചെറിയ പീസായിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്നും ഒരിക്കലും ഉടച്ചെടുക്കരുത്, നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റ് പരുവത്തിലാകും. അതുകൊണ്ട് ചെറുതായിട്ട് ഇതുപോലൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഈ ഒരു ഷേക്കിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 3 ടീസ്പൂൺ അളവിൽ പഞ്ചസാര നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള പഴമാണ്, അതുകൊണ്ട് കറക്റ്റ് ഒരു 3 ടീസ്പൂൺ അളവിൽ പഞ്ചസാര നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 250 ml കപ്പിൽ കറക്റ്റ് 1 കപ്പോളം വരുന്ന നല്ല തണുത്തിട്ടുള്ള പാലാണ് കേട്ടോ. നല്ല തണുപ്പ് വേണം പാലിന്, എങ്കിൽ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുള്ള 1 കപ്പോളം വരുന്ന പാൽ കേട്ടോ. അതിപ്പോൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാതെ ഇതുപോലെ കുറച്ചായിട്ടൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ 1 കപ്പ് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് നന്നായിട്ട് ലൂസായിട്ടുള്ള ഡ്രിങ്കാണ് വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് എടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് എടുക്കാം. നല്ല ടൈറ്റായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പൊക്കെ പാലെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് 1 കപ്പോളം വരുന്ന പാൽ നമുക്ക് ഈ ഒരു പഴത്തിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് പഴത്തിൻ്റെ എന്തെങ്കിലും കട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇനി അവസാനമായിട്ട് ഈ ഒരു ഡ്രിങ്കിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബൂസ്റ്റാണ് കേട്ടോ. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എന്തായാലും 2 ടീസ്പൂൺ അളവിൽ ബൂസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ബൂസ്റ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോർലിക്സോ അല്ലാന്നുണ്ടെങ്കിൽ ബോൺവിറ്റയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ 2 ടീസ്പൂൺ അളവിൽ ബൂസ്റ്റും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഡ്രിങ്ക് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു അളവിൽ സാബൂൻ അരിയാണ് കേട്ടോ, അതായത് ചൗവരി എന്നൊക്കെ പറയും. അത് കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു പശപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിക്കളയുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ചൗവരിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സേമിയോ നമുക്ക് വേവിച്ചെടുത്തിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്ത് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു പശപ്പ് നമ്മൾ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് അങ്ങോട്ട് കഴുകിക്കളയണം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പശപ്പോട് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അങ്ങോട്ട് ഹെവി ആവും, നല്ലൊരു ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് നമ്മൾ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിലൊക്കെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ജ്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങോട്ട് ടൈറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം, മുന്തിരി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഒരു ബൂസ്റ്റിൻ്റെ എന്തെങ്കിലും കട്ടകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഉടച്ചു കൊടുക്കുക. മധുരം നോക്കുക, അതേപോലെ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ലൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു വാനില എസൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല, എൻ്റെ കയ്യിൽ വാനില എസൻസ് തീർന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കാത്തതാണ്. അത് ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി പാലിൽ
ഹാളിൽ തണുപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൻ്റെ നോർമൽ റാക്കിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു ഗ്ലാസ്സിലൊക്കെ ആയിട്ട് അങ്ങോട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം, അതേപോലെ ഷെയർ ചെയ്യേണ്ട കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരായതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.